ഗൈസ് അൺബോക്സിങ് ഭാരത. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കൃഷ്ണ കൃഷ്ണൻ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം ഒരു ഹ്യൂജ് അൺബോക്സിംഗ് ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ കൂടുതലും മെജോറിറ്റി വാങ്ങിച്ചത് നമ്മുടെ റിപ്പബ്ലിക് സെയിലിലാണ്. ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനൊരു ഷോപ്പ് ഹോളിക്കാണ്, അപ്പോൾ ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ വീണ്ടും ഈ ഒരു കുറച്ച് ആഡ്സൊക്കെ വന്ന സമയത്ത് ഈ ആപ്സൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ്, എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഞാൻ ഫേവറേറ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. 1 2 3 4 5 6 7 8 ബോക്സാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. ഇനിയും പ്രൊഡക്ട്സ് വരാനുണ്ട്, പക്ഷേ അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയവും ക്ഷമയോ ഒന്നുമില്ല. ഇപ്പം തന്നെ ഞാൻ ഓൾറെഡി ഇതെല്ലാം ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചാണത്. എല്ലാം ഞാൻ ഓപ്പൺ ആക്കി കളഞ്ഞു. അപ്പോൾ കവറൊക്കെ എടുത്ത് എല്ലാം ഓപ്പൺ ആക്കി കളഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാനൊരു ഷൂ പേഴ്സൺ അല്ല, എനിക്ക് ചെരുപ്പാണ് ഇഷ്ടം. ഷൂ ഇടാൻ എനിക്ക് എന്തോ ഭയങ്കര ഒരു താല്പര്യമില്ല. പക്ഷേ ഞാൻ ഇടുന്ന പല ഡ്രസ്സുകൾക്കും ആ ഒരു ഷൂസാണ് ഭംഗി എന്നുള്ള കാരണം ഞാൻ റെഡ് ടേപ്പിൻ്റെ ഒരു ഷൂ വാങ്ങിച്ചു. ഞാൻ മുമ്പ് നൈക്കീൻ്റെ ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൈറ്റ് ഷൂസ് തന്നെയാണ്. പക്ഷെ എനിക്ക് എന്താണെന്നല്ല, ഷൂസ് വൈറ്റിന് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളത്രയും നൈക്കിൻ്റെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂ ആണ്. അപ്പോൾ അതിട്ടിട്ട് നമ്മളിങ്ങനെ ചെളിയിലൊക്കെ ചവിട്ടാൻ നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡ് ടേപ്പിൻ്റെ ഒരു ഷൂ വാങ്ങിച്ചാണ്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞാൻ വാങ്ങിച്ചത്. ഓഫറിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ വൈറ്റ് വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് വേറെ ഒരു ഷൂ ആണ് റെഡ് ടേപ്പിൻ്റെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത്. മിന്ത്രയിൽ തന്നെ ഓർഡർ ചെയ്തതാണ്. റെഡ് ടേപ്പിൻ്റെ ഷൂസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ആ ഷൂസ് വരുന്നത്. എൻ്റെ അനിയത്തിന് ഇപ്പോൾ അവൾക്ക് ട്രിപ്പ് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് കൊടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇടാത്ത കാരണം എനിക്ക് അത്ര വലിയൊരു മനസ്സിനൊരു വിഷമം. അപ്പോൾ ഈ ഒരു ഷൂ ആണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത്. ആക്ച്വലി കുറച്ചും കൂടി ന്യൂഡ് കളറായിരുന്നു കേട്ടോ ഞാൻ ഈ പറയുന്ന മിന്ത്രയിൽ കണ്ട സമയത്ത്. പക്ഷേ മിന്ത്രയിൽ നല്ല ഓഫേഴ്സൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും ഒറിജിനൽ പ്രൊഡക്ട്സൊക്കെ നമുക്കതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഷൂസ് വരുന്നത്. കറക്റ്റ് എൻ്റെ സൈസിന് കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത്. നല്ല ഓഫർ റേറ്റിനാണ് ഞാൻ വാങ്ങിച്ചത്. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. കൊള്ളാല്ലേ, ഈ ഒരു സംഭവം വാങ്ങിച്ചു. അപ്പോൾ പിന്നെയാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? പിങ്ക് ഇഷ്ടപ്പെട്ടോ, വൈറ്റ് ഇഷ്ടപ്പെട്ടോ? ഇത് കണ്ടപ്പോൾ എനിക്ക് വൈറ്റിനോട് അല്ലെങ്കിൽ ഷൂസ് ഒരു പ്രത്യേകതരം താല്പര്യമാണ്. അപ്പോൾ ഞാൻ ഇത് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ രണ്ടും റിട്ടേൺ ചെയ്യുന്നില്ല. പക്ഷെ ഇതിലെനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പോൾ അത്യാവശ്യം എല്ലാത്തിലേക്കും റെഡ് ടൈപ്പിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇതിലുമുണ്ട്. ഇത് കുറച്ച് ഓവറായി പോയോ എന്നുള്ളൊരു സംശയം. പക്ഷേ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ പെൺപിള്ളേരൊക്കെ ഈ ഒരു ടൈപ്പിലോട്ടാണ് കുറച്ച് താല്പര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിങ്ക് അങ്ങനത്തെ ടൈപ്പ്. പണ്ടൊക്കെ ഞാൻ ഇതുപോലത്തെ ഒരു കളർ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാവേ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഇത് എത്രയാണ് റേറ്റ് വരുന്നത് ഞാൻ മറന്നുപോയി. ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഈ മീഷോൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ വിഷ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷ് ലിങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമായിരിക്കും. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാവോ. ഞാനിതിന് ക്രാബ് എന്നാണ് കേട്ടോ പറയുക കേട്ടോ. ക്വാളിറ്റിയും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളി. ഇതാണ് എനിക്ക് ഏറ്റവും, ഇത് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് ശരിക്കും ഫുള്ളായിട്ട് ഓർഡർ ചെയ്തത്. സാധനം വയ്ക്കാനുള്ള മുടി എനിക്കിപ്പോൾ ഇല്ല. പക്ഷെ കൊള്ളാലേ, ഓക്കെ, ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു സാധനം വരുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. ഇത് ഓൾറെഡി പണ്ട് ഞാൻ വാങ്ങിച്ചതിൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വേറെ ഈ ടൈപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ലുക്കാണ് ഇതിന് വരുന്നത്. ഇങ്ങനത്തെയൊക്കെ കളേഴ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഒരു കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡായിട്ട്. അപ്പോൾ ഇതും സക്സസ് ആയി ഗൈസ്. ഇതിൽ സക്സസ് ആവാത്ത വാങ്ങിച്ചതിൽ പ്രത്യേകിച്ച് സക്സസ് ആവാത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചതല്ല അത്യാവശ്യം നല്ലതാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഈ ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ജോക്കർ ആൻഡ് വിച്ചിൻ്റെ ഒരു വാച്ചാണ്. ഞാനത് ലാസ്റ്റ് കാണിക്കാം. ഒന്ന് എടുക്കാൻ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ വാങ്ങിച്ചിട്ടെന്ന് പറയുന്ന ഒറ്റ അവസ്ഥയാണ്. ഇത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ 2
സൺഗ്ലാസസ് ആണ്. ആക്ച്വലി ഇത് അവരുടെ തന്നെ ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡീഷനാണ് വരുന്നത്. അപ്പോൾ ടൈറ്റാൻ +, എനിക്ക് തോന്നുന്നത് പിള്ളേർക്കുള്ള സാധനമൊക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും ഞാനങ്ങനെ സൺഗ്ലാസസ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷേ ഞാൻ ഫോട്ടോഫോബിക്കാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും വെയിലടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കണ്ണെപ്പോഴും ഇങ്ങനെ ഷൂട്ടിനൊക്കെ നിൽക്കുന്ന സമയത്ത് ലൈറ്റൊക്കെ വരുമ്പോൾ ലുക്ക് മൈ സ്കിൻ. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ടോ? എൻ്റെ വീണ്ടും ഞാനൊരു ചെറിയൊരു ഷൂട്ടിന് പോയ ടൈമിൽ എൻ്റെ സ്കിന്ന് വീണ്ടും നൈസായിട്ട് പണി പാളിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ ട്രിറ്റിനോയിൻ ഓയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് സ്കിന്ന് ഞാൻ വീണ്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചൂടെടുത്തിട്ട് ഒന്നുമില്ല കേട്ടോ, ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ലേ. ഫേസിൽ ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേർപ്പാണ് ആക്ച്വലി, വേർപ്പല്ല ഓയിലി ആയിട്ടിരിക്കുന്നതാണ്. ചൂടും കൂടി വരുമ്പോൾ അങ്ങനെ ഇത് ഞാൻ കാണിച്ചു തരാം. 2 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ആക്ച്വലി ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഇതാണ്. ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത് 2 ഒരുമിച്ചാണല്ല, മീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഒരെണ്ണം റിട്ടേൺ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. നല്ലൊരു പാക്കേജിങ് ഒക്കെയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഉണ്ടോ ടീസ് ഉണ്ടോ, കുട്ടികളുടെയാണ് ഗൈസ്, ആരോടും പറയണ്ട. ഈ ഒരു ടൈപ്പാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത്. പോളറോയിഡാണ്, പോളറൈസറാണ്. എനിക്കങ്ങനെ സൺഗ്ലാസസിനെ കുറിച്ചൊന്നും വലിയ പെടുത്തോ കാര്യങ്ങളൊന്നുമില്ല. ചടാ അങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? ഇത് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് എനിക്ക്. ഇതാണ് എൻ്റെ ഈ ഒരു ഇതിന് കുട്ടികളുടെ ക്ലാസ്സസ് ആണെന്ന് തോന്നുന്നു ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കൊള്ളാം. ഇത് അത്യാവശ്യം പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ഒന്നും കാണുന്നില്ല ഗൈസ്. ഇതെൻ്റെ അങ്കിൾ ഫിലാഡൽഫിയയിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറയുന്ന പോലെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓക്കെ, സെക്കൻഡ് വൺ ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് ഇതും ഒരെണ്ണം എനിക്ക് ഇങ്ങനത്തെ ഒരു ഫ്രെയിം ഉള്ളതും അതേപോലെ തന്നെ ഒരെണ്ണം എനിക്കൊരു മെറ്റൽ ഫ്രെയിം ഉള്ളതും വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ മെറ്റൽ ഫ്രെയിം ഒരു എന്തോ ഒരു ഇതാണ്, എനിക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര അതാണ്. പക്ഷേ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പി ഗൈസ്. വാങ്ങിച്ച സാധനം ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. കൊള്ളാവോ? അങ്ങനെ രണ്ടും സക്സസ് ആയി. സോ ഹാപ്പി. ഇത് ഗേൾസ് കണ്ണട ഇങ്ങനെ വെക്കുന്നേക്കാളും കൂടുതൽ ഇങ്ങനെയായിരിക്കും വെക്കുന്നുണ്ടാവുക അല്ലേ? ഓക്കെ, ഇതും കൊള്ളാം. ആൻഡ് നെക്സ്റ്റ് എന്താണ് അൺബോക്സ് ചെയ്യേണ്ടത് നമുക്ക്? നെക്സ്റ്റ് ഞാൻ വിഷ് കെയറിൻ്റെ ഒരു അൺബോക്സിങ് ഞാൻ കാണിക്കാം. വേറെ ഒന്നുമല്ല, ആക്ച്വലി അതെനിക്ക് പ്രൊമോഷൻ കിട്ടിയതാണ്. പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള ബോക്സ് ഏതാണ്? ഇതാണ് എനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നത്. അതെ, ഈ വിഷ് കെയറിൻ്റെ ഞാൻ പണ്ട് മുതലേ ഉള്ളൊരു ഫാനാണ്, വിഷ് കെയർ ഫാനാണ്. കാരണം സൺസ്ക്രീൻ അങ്ങനത്തെ സംഭവത്തിനൊക്കെ വെരി ബെസ്റ്റ്, ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് വിഷ് കെയർ എന്ന് പറയുന്നത്. ഞാൻ ചുമ്മാ പറയുന്നൊന്നുമല്ല കേട്ടോ, അത് പ്രൊമോഷൻ എനിക്ക് കിട്ടിയതാണെന്ന് വെച്ചെങ്കിലും പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് പൈസ കൊടുത്ത് വാങ്ങിച്ചാണത്. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്കറിയാം, കാരണം ഞാനും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നൊക്കെ ഒരാളാണ്. അപ്പോൾ മാക്സിമം നമ്മളെല്ലാം അങ്ങനെ പ്രൊമോഷനായിട്ട് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഗ്ലൂട്ടാത്തി കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ വീഡിയോ കണ്ട ആൾക്കാർ പറയും അത് കറക്റ്റായിട്ടുള്ള ഫുള്ള് പ്രൊമോഷനോ കാര്യങ്ങളോ അല്ലാന്ന്. കാരണം ഞാൻ ഒരിക്കലും അതിൽ വെളുക്കാമെന്നോ കാര്യങ്ങളോ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ യൂസ് ചെയ്തിട്ടാണ്, എല്ലാ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ വിഷ് കെയറിൻ്റെ ഞാൻ അറിഞ്ഞില്ല ഉണ്ണി ഇത്രയും കാലമായിട്ട്. ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇത്രയും കാലമായിട്ട് വിഷ് കെയർ പ്രൊഡക്റ്റ് ഇത്രയും നല്ലതാണെന്ന്. ഇത് എനിക്ക് പ്രൊമോഷനിൽ വന്നത് ആ സാധനമാണ് പോയി, സോറി ഗൈസ്. അതിൻ്റെ ഒരു സെറോ ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സെറോ ഉണ്ട്, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊമോഷനാൻ വേണ്ടിയിട്ട് ആ സെറം വന്നതിൻ്റെ കൂടെ ഇവരെനിക്ക് ഇത് കൂടി തന്നു എന്ന് മാത്രം. പക്ഷേ സെറം വേറെ ലെവൽ സെറാണ്, നല്ലതാണ്. നല്ല രീതിക്ക് ഹെയർ ഫോൾസ് കുറവുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമല്ല, നല്ല പ്രൊഡക്റ്റാണ്, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. വിഷ് കെയറിൻ്റെ സെറം കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം പ്രൊഡക്റ്റ്. നിങ്ങൾ എന്തായാലും ഹെയർ ഫോൾസ് ഒക്കെ ഉള്ള ആൾക്കാരൊന്ന് യൂസ് ചെയ്ത് നോക്കും. നോൺ സ്റ്റിക്കി ഒന്നുമല്ല, രാത്രി കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാം. പിന്നെ വേറൊരു ടിപ്പ് കൂടി ഞാൻ പറയാം. നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, കിടന്നുറങ്ങുന്ന സമയത്ത് ഹെയർ കെട്ടി വെക്കണോ മടഞ്ഞു വെക്കണോ തലയിൽ ഇങ്ങനെയാക്കി വെക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് വളരുന്നത്? അപ്പോൾ ഞാനൊരു ഡോക്ടറുടെ വീഡിയോ കണ്ടിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യാണ്. ശരിക്കും കിടന്നുറങ്ങുന്ന സമയത്ത് ഹെയർ നമുക്ക് ഫ്രീ ആയിട്ട് ഇടുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ കെട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ കെട്ടി വെച്ചതിൻ്റെ സംഭവങ്ങളൊക്കെയാണ്, ഹെയറിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മാറാനൊരു ചാൻസ് ഉണ്ട്. സോ സാറ്റിൻ്റെ കുറേ ഒരു ക്യാപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെട്ടുപിടിക്കാൻ അങ്ങനെ എന്നെ പോലുള്ള ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല. പിന്നെ സാറ്റിൻ്റെ തന്നെ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള
പില്ലോ കവേഴ്സൊക്കെ യൂസ് ചെയ്യുക, കോട്ടൺ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ് കേട്ടോ. പിന്നെ അവരതിൻ്റെ കൂടെ തന്നിട്ടുള്ള സംഭവം വിഷ് കെയറിൻ്റെ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പും കണ്ടീഷണറാണ് തന്നിരിക്കുന്നത്. ഒരു AHA BHA ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പും ഒരു സെറാമയുടെ ആൻറ്റി ഡാൻഡ്രഫ് കണ്ടീഷണറാണ് തന്നിരിക്കുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലതാണ് ഗൈസ്, സത്യമായിട്ടും നല്ലതാണ്. ചമ്പു പ്രോമിസ് നല്ലതാണ്, യൂസ് ചെയ്ത് നോക്കുക, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും, അത്യാവശ്യം നല്ലതാണ്. പിന്നെ അവരിതിൽ തന്നിട്ടുണ്ടെന്ന് വിഷ് കെയറിൻ്റെ തന്നെ ഒരു ലിപ് ബാമാണ്. ഇത് ടിൻറ്റഡ് അല്ല, ഇത് ടിൻറ്റഡ് ലിപ് ബാം അല്ല, ഇതും അതേപോലെ തന്നെ ടിൻറ്റഡ് ലിപ് ബാമും തന്നിട്ടുണ്ട്. ലിപ് ബാം ഞാൻ ഷെൽഫിൽ യൂസ് ചെയ്ത് തുടങ്ങി, അതുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. സെറും ഞാൻ യൂസ് ചെയ്ത കാരണമാണ് അവിടെ വെച്ചിരിക്കുന്നത്, അതാണ് ഇതിൽ. ഇത് പിന്നെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് അതിലെടുത്ത് വെച്ചു എന്ന് മാത്രം. പിന്നെ ഇതും ഞാനൊരു 2-3 ടൈംസ് യൂസ് ചെയ്തായിരുന്നു, കുഴപ്പമില്ല കേട്ടോ. ഇത് പക്ഷേ കുറച്ച് നിയാസിനാമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ്. ലൈറ്റ് മാറ്റ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇത് വെള്ളം പോലെയാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ടാണ് ഇത് വരുന്നത്. SPF 50+ ഒക്കെ ഉണ്ട്. പിന്നെ ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ഒരു ഗ്ലോ ഒക്കെ തരാനൊക്കെ നല്ലതാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഇത് അധികം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ പ്രൊട്ടക്ഷൻ എത്രയുണ്ട്, എത്രത്തോളം നമുക്ക് ടാനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്നൊന്നും എനിക്കത്ര അറിയില്ല. ഇതൊക്കെ എനിക്ക് പ്രൊമോഷൻ തന്നതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ രണ്ടാമത് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് വിഷ് കെയറിൻ്റെ. വിഷ് കെയറിൻ്റെ ബോക്സിങ് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. എപ്പോൾ നോക്കിയതുണ്ട് ഈ ഒരു സൈഡ് എപ്പോഴും ഒരുമാതിരി ഊള ബോക്സ് അവരയക്കുന്നത്, കുറച്ച് നല്ല ബോക്സ് ഒരു കഴിച്ചോളൂ. എപ്പോഴും ഇങ്ങനെ അൽക്കാ കുലുക്കിയിട്ടാണ് സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാം. വിഷ് കെയറിൽ അപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു, 50% ഓഫും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പറയണോ, അങ്ങ് വാങ്ങിച്ച് കൂട്ടി. ഇത് നമ്മുടെ സ്വന്തം, ഇത് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. നമ്മുടെ എപ്പോഴും ഫേസ് മാത്രമല്ല, നമ്മുടെ ബോഡിയിലും കൂടിയും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ, ഇവിടെ എൻ്റെ കയ്യിൽ പറയുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ അത്യാവശ്യം അതെ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ലൈൻ കാണുന്നുണ്ടോ. ഇത് ഞാൻ ആലപ്പുഴ ഷൂട്ടിന് പോയപ്പോൾ ടാൻ അടിച്ചാണ്, ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ എന്തായാലും അപ്പോൾ യൂസ് ചെയ്യണം. അത്യാവശ്യം അഫോർഡബിൾ ആണ്. അന്ന് ഞാൻ 299 എത്രയാണ് തോന്നുന്നു വാങ്ങിച്ചത്, ഇതിപ്പോൾ വരുന്നത് 499 ആണ്. അപ്പോൾ നല്ലൊരു സൺസ്ക്രീനാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാനത് സെയിം ഒരു മൾട്ടി പെപ്റ്റൈഡിൻ്റെ ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പു വാങ്ങിച്ചു. നല്ല ഷാമ്പു ആണെന്ന് കേട്ടിട്ടുണ്ട്, ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പൊട്ടിക്കാതെ വെച്ചാണ്. ഇത് AHA BHA ഒരു ബോഡി ലോഷനാണ്. അത്യാവശ്യം ഡാർക്ക് നീസ് ഒക്കെ, മുട്ടിലൊക്കെ കറുപ്പൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ആ ഒരു സൺസ്ക്രീൻ ഒന്നും കൂടി ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു, മാത്രം നേരത്തെ കാണിച്ചില്ലായിരുന്നു വിഷ് കെയറിൻ്റെ. അതെ, പിന്നെ ഈ ഒരു സത്യം പറയട്ടെ അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് വേറെ ലെവൽ സാധനം. നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലായത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബട്ടറി ക്രീമി എന്ന് പറയില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത്. അതേപോലെ തന്നെ നല്ല ടിൻഡാണെങ്കിലും അത്യാവശ്യം നല്ല ടിൻഡാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൽ SPF 50 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സൺ പ്രൊട്ടക്ഷനിൽ ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു സൺസ്ക്രീൻ കൂടി വാങ്ങിച്ചത്, എനിക്കറിയില്ല, ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തില്ല. വൈറ്റമിൻ സിയുടെ പ്യുവർ ഗ്ലോ മിൽക്ക് സൺസ്ക്രീൻ അൾട്രാ ലൈറ്റ് ആണ് വരുന്നത്. കോജിക് ആസിഡ്, സോയ് മിൽക്ക് പെപ്റ്റൈഡ്, പിന്നെ ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉള്ളൊരു സൺസ്ക്രീനാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. സൺസ്ക്രീൻ ഇപ്പോൾ ഇഷ്ടംപോലെയായി ഞാൻ വാങ്ങിച്ച് വെക്കുന്നത്, കാരണം ഇനി എനിക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നല്ല വെയിലത്ത് ഔട്ട്ഡോർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ വാങ്ങിച്ചത്. പിന്നെ എല്ലാ സൺസ്ക്രീനും മേക്കപ്പ് ഫ്രണ്ട്ലി അല്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ഇനി പോകുന്നതിന് മുമ്പ് ഒന്ന് ഇട്ട് നോക്കി മേക്കപ്പ് ഫ്രണ്ട്ലി ആണോ എന്ന് അറിഞ്ഞിട്ട് വേണം, അല്ല നമ്മൾ ഇതിൻ്റെ മുകളിൽ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ കൊള്ളാം. ആൻഡ് ഫൈനലി ഇതൊരു ഒലീവ് ഓയിലാണ്, വിഷ് കെയറിൻ്റെ കോൾഡ് പ്രസ്ഡ് ഒലീവ് ഓയിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ദേഹത്ത് തേക്കാൻ വേണ്ടിയിട്ടും ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഞാനത് വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം എനിക്ക് മറ്റേ വെളിച്ചെണ്ണയൊന്നും മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ഓക്കെ, എന്നാലും പിമ്പിൾ വരുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. പക്ഷേ വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലതാണ് കേട്ടോ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒലീവ് ഓയിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണല്ലോ. പിന്നെ എൻ്റെ കൈയൊക്കെ കണ്ടോ, എൻ്റെ കുറച്ച് വ്രിങ്കിൾഡ് ആണ് ഗൈസ്, ഇത് കണ്ടോ. ഞാൻ അങ്ങനെ നെയിൽ വളർത്തുന്ന ആളല്ല കേട്ടോ, പക്ഷേ ഇതിപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് എനിക്ക് എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് നെയിലൊക്കെ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. വെച്ച പോലെയില്ലേ ഗൈസ്, സോറി വിരൽ മാറിപ്പോയി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് വിശക്കുന്നുണ്ട്, വിശന്നിട്ട് എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ. കണ്ടോ നന്നായിട്ട് നെയിലൊക്കെ, ഈശ്വര ഇനി പൊട്ടിപ്പോകുന്നു, നെയിലൊക്കെ വളർന്നു, സ്കിന്നൊക്കെ റെഡിയായി സെറ്റ്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് കണ്ടോ നോക്കി കാണുന്നുണ്ട്, നിങ്ങൾക്ക് തൊലി പോകുന്നുണ്ട്. ഇതിന് ഞങ്ങളുടെ ഇവിടെ ചുടുവാതെന്നാ പറയുക. നിങ്ങൾ എന്തെങ്കിലും മരുന്നോ ഒറ്റമൂലി എന്തോ ആരോ എൻ്റെ അച്ഛമ്മ ഇങ്ങനെ പറയായിരുന്നു, തവളയുടെ ഇറച്ചി കഴിച്ചാൽ മതി എന്ന്. അപ്പോൾ ഈ സംഭവം മാറുന്നത് എവറി ഇയർ എനിക്ക് ഈ ഒരു ടൈം ആകുമ്പോൾ കൈയിൻ്റെ മുകളിൽ നിന്ന് കാലിൻ്റെ മുകളിൽ നിന്നൊക്കെ അങ്ങനെ തൊലി പോകും, ഭയങ്കര ഡ്രൈ ആയിട്ട്. ഭയങ്കര എനിക്ക് എന്തോ പോലെയാണ്. ചിലർക്കൊക്കെ കൈ ഷേക്കാൻ്റെ കൊടുക്കുന്ന സമയത്ത് കയ്യിൽ എന്താന്നുള്ള രീതിക്കൊക്കെ അവർ നോക്കും. നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര സങ്കടമുണ്ടോ? ഉണ്ടോ? ഓക്കെ, ഇങ്ങനെ തൊലിപ്പോയിക്കൊണ്ടേ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ ഈ ഒരു സംഭവം ഉണ്ട്, ഹെഡ്സിയാണെന്ന് തോന്നുന്നു. നമ്മുടെ രാഹുൽ സുരേഷിന് ഈ സംഭവം ഉണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ അവൻ്റെ കൈൻ്റെ മുകളിൽ നിന്ന് കാലിൻ്റെ മുകളിൽ തൊലി പോണ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവനും പറഞ്ഞു, അവൻ്റെ വിചാരം എനിക്കത് അറിയില്ലെന്ന്. മണ്ട്
ആൻഡ് പിന്നെ ഞാൻ വേറെ സംഭവം കാണിച്ചു തരാവേ. ഇത് ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ കുഞ്ഞു വീഡിയോയിൽ കാണിച്ചു തരാമോ. ഇതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഹുക്കാണ്. ഹുക്ക് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീൻസൊക്കെ ഇടുമ്പോൾ നമുക്ക് വേസ്റ്റ്, അതായത് അരവണ്ണം ഭയങ്കരമായിട്ട് ലൂസായിട്ടിരിക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. നമ്മൾ ആ പാൻറ്റിൻ്റെ മുകളിൽ ഇതൊരു ഇതാണ് കണ്ടോ, അങ്ങനെ ഒരു ബട്ടൺ പോലെയാണ്, നമ്മൾ കമ്മലൊക്കെ ഇടില്ലേ അതേപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഊരി, സാധാരണ കമ്മൽ പോലത്തെ സംഭവം, അത് എന്താ വരാത്തേ സോറി, ഇത് വരുന്നില്ല കൈസ്. ഓക്കെ, പിന്നെ കാണിച്ചു തരാം, സമയമുണ്ടോ, വിശന്നിട്ടും വയല്ലോ. ഊരിക്കോ. ഓക്കെ, അങ്ങനെ ഊരി ഇത് കുത്തി അതിൻ്റെ മുകളിൽ കയറ്റി ബാക്കിൽ ഈ സംഭവം ഇട്ടിട്ട് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എല്ലാം പോയി. അതിനുശേഷം ഇത് കുത്തി വെക്കുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം കേട്ടോ ഈ സാധനം, ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ മുകളിൽ ഒരെണ്ണത്തിൽ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്. അതേപോലെ ഈ ഒരു ഹോളിലും അതേപോലെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് പിന്നെ ഉണ്ടോ ഇതിങ്ങനെ ഇത് ഈ സൈഡും അപ്പോൾ നമുക്കിതിങ്ങനെ കൊളുത്തി ഉണ്ടോ ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു നമ്മളിങ്ങനെ ബക്കിളൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുമല്ലോ, അപ്പോൾ ആ ഒരു വേസ്റ്റിൻ്റെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ഹെൽപ്ഫുള്ളായിട്ടൊരു സംഭവമാണ്. നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം എനിക്കറിയാം എല്ലാവരുടെയും അരവണ്ണം, ചിലർക്ക് വയറുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, അല്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഇവിടെ ഒക്കെ ആയിരിക്കും. സ്കിന്നി ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ വേസ്റ്റ് നമുക്ക് വയറൊന്നും ഇല്ലാത്ത കാരണം അതിങ്ങനെ ലൂസായിട്ടിരിക്കും. ഉഷ്ണിച്ച് ഞാനിപ്പോൾ ചാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. ആൻഡ് ഫൈനലി ആയിട്ടില്ലല്ലോ. ഓക്കെ, വേറൊരു സാധനമുണ്ടേ, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാങ് ചെയ്യണ പോട്ട്സൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ പണിയൊന്നും ചെയ്യാത്ത കാരണം അമ്മൂമ്മയാണ് ചെടി നനയ്ക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് അമ്മൂമ്മ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇതിനൊരു 450 രൂപ 500 രൂപയുടെ അടുത്തായി തോന്നുന്നുണ്ട്. 7 മീറ്റർ ഇത്രയുണ്ട്. ഈ ഒരു സ്മെല്ല് തനി പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല്. പണ്ടെപ്പോഴും നല്ല ഓർമ്മ. സ്മെല്ല് ചെയ്യുന്നൊന്നും നല്ലതല്ല അല്ലേ. ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ മീഷോന്ന്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇങ്ങനത്തെ ഒരു വാട്ടർ പുഷ് ചെയ്യണ ഒരു സംഭവം കൂടി ഉണ്ട്. അത് ഭയങ്കര നല്ലതാണ്, നമുക്ക് വെള്ളം വെറുതെ വേസ്റ്റായി പോവില്ല. ഇത് അങ്ങനെ യൂസ് ചെയ്യാം, അല്ലാണ്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ടേപ്പിൻ്റെ മുകളിൽ അതിൻ്റെ വയ്ക്കാനുള്ള സാധനമുണ്ട്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഞാനിതിൻ്റെ മീഷോൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ വിഷ് ലിങ്കിൽ ഇടാം, ബാക്കിയൊക്കെ നിങ്ങൾ. ആൻഡ് ഫൈനലി കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഈ വർഷം വാങ്ങിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടിയ സാധനമാണ്. നമ്മൾ 1000 രൂപയ്ക്ക് 8 പ്രൊഡക്റ്റാണ്, പക്ഷേ ഇത് ബൈ 1 get 1 ആണ് ഈ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതൊരു 1 പ്രൊഡക്റ്റായിട്ടാണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ 10-15 പ്രൊഡക്റ്റ് എനിക്ക് കിട്ടി. അപ്പോൾ ഇത് ഓവിൻ്റെ ഒരു ഉപ്റ്റാൻ ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷനാണ്. ഇതിപ്പോഴും എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഉപ്റ്റാൻ ആണോ എന്നറിയില്ല, എന്താണെന്നറിയില്ല. അത് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷനാണ്. ഞാൻ ബോഡി ലോഷൻ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യും. രാത്രി കിടക്കുന്ന സമയത്ത് കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ മേത്ത് നിറച്ചും തേച്ചിട്ടൊക്കെ ഞാൻ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബോഡി ലോഷൻ ഒരെണ്ണം. രണ്ടാമത്തേത് ഇത് വൈറ്റമിൻ സി ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷനാണ്. ഇതും ഒന്നായിട്ടാട്ടോ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് 2 ആയിട്ടാണ് ഇപ്പോൾ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് 8. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. മൂന്നാമത് ഞാൻ വാങ്ങിച്ചത് ഒരു സൺസ്ക്രീനാണ്. 8 എണ്ണം 1000 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് മൂന്നാമത്തെ പ്രൊഡക്റ്റായിട്ടാണ്. ഈ 2 എണ്ണം ബൈ 1 get 1 ഓഫറാണ് അതിൻ്റെ തന്നെ. അപ്പോൾ ഇതൊരു ഗ്ലൂട്ടാത്തിയോൺ അലോവേറ സൺസ്ക്രീൻ ജെല്ലാണ്. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. സെയിം ഈ ഒരു സാധനം ഗ്ലൂട്ടാത്തിയോണ്ട് തന്നെ സൺസ്ക്രീൻ ഞാൻ ആക്ച്വലി വേറെ ഓർഡർ ചെയ്തത്, പക്ഷെ ഇത് തന്നെയാണ് വന്നത്. സൺസ്ക്രീൻ തന്നെയാണ് ജെല്ല് വരുന്നത്, അലോവേറ ഗ്ലൂട്ടാത്തിയോൺ. പക്ഷേ ഇത് കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് ചെറുതാണ്, ഇത് വലുതാണ്. ഇത് 50 ml ഇത് 75 ml ആണെന്ന് തോന്നുന്നു. എന്തായാലും SPF 55 ഉണ്ട്, 55 ഉണ്ട്. പിന്നെ ഞാനൊരു കാസ്റ്റർ ഓയിൽ വാങ്ങിച്ചു. കാസ്റ്റർ ഓയിൽ ആക്ച്വലി നമ്മുടെ ഐബ്രോസ് അതേപോലെ തന്നെ ലാഷസ് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ കുറച്ചെടുത്തിട്ട് ഭയങ്കര കട്ടിയായ കാരണം കുറച്ചെടുത്ത് നമുക്ക് വല്ലപ്പോഴും തലയിലൊക്കെ അപ്ലൈ ചെയ്യണത് വളരാൻ വേണ്ടിയിട്ട് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഒരു ഷാമ്പു ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓവൻ്റെ തന്നെ റോസ്മേരി ബയോട്ടിൻ ഷാമ്പു ആണ്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഇതൊന്നും ഞാൻ അത്ര വലിയ രീതിക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ, കാരണം അതിനെക്കുറിച്ച് അത്ര വലിയൊരു നല്ല റിവ്യൂ ഒന്നും
കിട്ടിയിട്ടില്ല. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന വിഷ് കെയറിൻ്റെയാണ്. വിഷ് കെയറിൻ്റെ നല്ല ഷാമ്പൂ ആണ്. അതെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്, അല്ലാതെ പ്രൊമോഷൻ അല്ല. പിന്നെ ഒരു പിമ്പിൾ കെയർ ഫേസ് സ്ക്രബാണ്, നീമിൻ്റെയും ഹൈലറോണിക് ആസിഡിൻ്റെ ഒരു സ്ക്രബ്. ഞാൻ അങ്ങനെ സ്ക്രബ് യൂസ് ചെയ്യുന്ന ആളല്ല. ആക്റ്റീവ് ആക്നേസ് ഉള്ള ആൾക്കാരൊന്നും സ്ക്രബ് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഇപ്പം എനിക്ക് ആക്റ്റീവ് ആക്നേസ് ഒന്നുമില്ല. പക്ഷേ സംടൈംസ് എൻ്റെ മൂക്കിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ മാത്രമേ ഞാൻ ചെറുതായിട്ട് സ്ക്രബ് ചെയ്യാറുണ്ട്. ഈ പോർഷനിലൊന്നും ഞാൻ അങ്ങനെ സ്ക്രബ് ചെയ്യില്ല. പിമ്പിളുള്ള ആൾക്കാർ ആരും അങ്ങനെ സ്ക്രബ് ചെയ്യാൻ നിൽക്കണ്ട, നല്ലതല്ല. ആക്റ്റീവ് ആക്നേസ് ഒക്കെ ഉണ്ട് സൈഡ്. പിന്നെ ഇതൊരു നിയാസിനാമൈഡ് ഫേസറാണ്. ഞാൻ ഇതുവരെയായിട്ടും വോവിൻ്റെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. വോവിൻ്റെ പണ്ട് ഞാൻ ഹൈലറോണിക്കും ആൻറ്റി ആക്നേസറും ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പം, സ്കിന്നിന് ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ. ആൻഡ് ഫൈനലി ഇത് ഇതിൽ ഇരുന്നുണ്ടായിരുന്നതാണ്. ഇത് ത്രൈവിൻ്റെ ഹെയർ സെറും എനിക്ക് പ്രൊമോഷൻ ഇട്ടിട്ട് ഇതുവരെയായിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എന്തായാലും പറയാം എന്ന് വിചാരിച്ചു. കഴിഞ്ഞോ? ഓക്കെ ഗൈസ്, ഇനി ഒരു ഇതും കൂടി ഉണ്ട്, വാച്ചും കൂടി ഉണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. ഐ ആം ദ സോറി അളിയ, വാച്ച് മാത്രമല്ല അതിൻ്റെ കൂടെ വേറെയും കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നിറച്ച് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ് സാധനമില്ലാത്ത കാരണം ഇതിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയും പ്രൊഡക്ട്സും കൂടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വാച്ച് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ജോക്കർ ആൻഡ് വിച്ചിൻ്റെ ഒരു വാച്ച്, ഓഫറിൽ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ വിഷയം ഇതാണ് ഗൈസ്, വിഷയം ഇത്രയേ ഉള്ളൂ. ഇതിനി കട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കട്ട് ചെയ്യാൻ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ. ഇതാണ് വാച്ച് വരുന്നത്. വാവ്, ഗ്രേറ്റ്. ഇவ்வளോ പെരിയ വാച്ച് എൻ്റെ കയ്യിലെന്താ, എന്തായാലും എനിക്ക് കട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. എനിക്ക് അറിയില്ല ഇതെങ്ങനെയാണ്. നല്ല വാച്ചാണ്, അത്യാവശ്യം നല്ല ഓഫറിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അയ്യോ, എൻ്റെ കമ്മലൊക്കെ ഇതിലുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്തോ നോർമലി പുറത്ത് പോകുന്ന സമയത്തൊന്നും കമ്മലിടുന്നതോ വളയിടുന്നതോ ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പല്ല. പക്ഷെ ഒരു വാച്ച് പണ്ട് ഞാനൊരു അലൻസോളിയുടെയോ വാനോസൈൻ്റെ ഒക്കെ വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണ് എനിക്ക് ഇപ്പോൾ ഒരു പിടുത്തമില്ല. ഷൂട്ടിന് പോയ സമയത്ത്, നമ്മുടെ കാതോട് ഷൂട്ടിന് പോയ സമയത്തൊക്കെ ആരുടെയോ കയ്യിലൊക്കെ കൊടുത്തു തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഇതാണ് കേട്ടോ വിഷ് കെയറിൻ്റെ ഹെയർ സെർ എന്ന് പറഞ്ഞത്. അടിപൊളിയാണിത്. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി, ഒരു 2-3 എണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. അതെനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടാണ്, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിശ്വസിക്കാം. അടിപൊളി തന്നെയാണ്, നല്ല സംഭവം തന്നെയാണ്. പിന്നെ ഇത് ഷാമ്പു അവർ അതിൻ്റെ കൂടെ പ്രൊമോഷൻ തന്നതിൽ ഒരു മൾട്ടി പെപ്റ്റൈഡ് ഷാമ്പു കൂടെ വെച്ചാണ് ഒരു എന്താ പറയുക ചെറിയ പാക്ക്. പിന്നെ വിഷ് കെയറും അതേപോലെ തന്നെ ഫിക്സ് ഡെർമയാണ് എൻ്റെ ഫേവറേറ്റ് ഒരു ഇന്ത്യൻ, അല്ലച്ചങ്ങനെ എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്ന ഒരു നല്ലൊരു ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇത് അവരുടെ സൺസ്ക്രീനാണ്. എൻ്റെ ഏറ്റവും അടിപൊളിയായിട്ട് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ് വിഷ് കെയറിൻ്റെ. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്, എന്തോ മറ്റേ ക്രിക്കറ്റ് കളിക്കാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ മറ്റേ സംഭവം തന്നെ ഉണ്ടോ, ഷാഡോ ഫിക്സ് ഡെർമ ഷാഡോ സൺസ്ക്രീൻ ആണ്. SPF 50 ജെല്ലാണ്. ദിസ് ഈസ് ഫോർ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നാണ്. നോൺ ഓയിലി ആണ്. ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നൊക്കെ പറ്റിയിട്ടുള്ളതാണ്. വെരി ബെസ്റ്റ് ആണ്. 100% ഞാൻ നിങ്ങൾക്ക് വിത്ത് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ പറയുകയാണ്. ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. അത് നിങ്ങൾ വാങ്ങിച്ചു, ധൈര്യമായിട്ട് വാങ്ങിച്ചു. ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം. ഇത് ഈ ഒരു സംഭവം നോക്കണ്ട. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വാങ്ങുന്ന സമയത്ത് ഇത് ഉണ്ടാവില്ല, കാരണം ലിമിറ്റഡ് എഡിഷൻ ആണ്. ഈ സംഭവം എപ്പോഴും അവൈലബിൾ അല്ല. പക്ഷേ ഈ ഒരു സെയിം സാധനം തന്നെ, ഇതിപ്പോൾ പാക്കിൻ്റെ ഒക്കെ ഒരു വ്യത്യാസമൊക്കെ ഉള്ളൂ, സെയിം കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പൈസ കൊടുത്ത് വാങ്ങിച്ചത് ഞാൻ ഇത് രണ്ടെണ്ണമാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് 2 എണ്ണം വാങ്ങിച്ചപ്പോൾ എനിക്ക് എന്തോ ഓഫറിൽ ഇത് 3 എണ്ണം കൂടിയും കിട്ടിയായിരുന്നു. നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ റിപ്പബ്ലിക് ഡേയുടെ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫേസ് സെറം കിട്ടിയിട്ടുണ്ട് ഫിക്സ് ഡെർമയുടെ. എനിക്ക് ധൈര്യമായിട്ട് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, കാരണം നല്ല അടിപൊളിയാണ് സാധനം. അതേപോലെ ഒരു അണ്ടർആം റോൾ ഓൺ ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്ര നല്ല സ്മെല്ലൊന്നുമല്ല, കുറച്ചൊരു ഹാർഷ് സ്മെല്ലാണ്. ഹാർഷ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറൽ സ്മെല്ലോ കാര്യങ്ങളൊന്നുമല്ല, ഒരു നമ്മുടെ സൺസ്ക്രീൻ്റെ ഒക്കെ നോർമലി ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അതേപോലത്തെ ഒരു സ്മെല്ലാണ്. പിന്നെ ഒരു അലോവേറയുടെ ക്ലിയോവേറ ക്രീമാണ് ഉള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. പക്ഷേ എനിക്ക് എന്തായാലും ഉറപ്പുണ്ട് ഫിക്സ് ഡെർമയുടെ അല്ലേ, നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് റിപ്പബ്ലിക് ഡേ സെയിലിൽ അല്ലച്ചെങ്കിൽ ഈ ഒരു ജനുവരി മന്തിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്. ഇനിയില്ല, ഇനി 2-3 പ്രൊഡക്റ്റ് ഇനി മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അത് വരാനുണ്ട്. മീഷോന്ന് വാങ്ങിച്ച് ഞാൻ ഇനിയും കുറച്ച് കാണിച്ചിട്ടില്ല, ഞാൻ വേണം കാണിച്ചു തരാവേ. ഒരു മിനിറ്റ്, എന്തായാലും അൺബോക്സ് ചെയ്യാണല്ലോ. ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ മീഷോന്ന് ആക്ച്വലി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അതെ, ഇത് 1 2 3 4 5 10 15 20 അങ്ങനെ 20 ഷോള് ഞാൻ വാങ്ങിച്ചതാണ് ഷൂട്ടിന് വേണ്ടിയിട്ട്. എനിക്ക് കുർത്തീസ് ആവശ്യമുണ്ട്. എൻ്റെ അമ്മ, ഞാൻ വല്ല തുണി കച്ചവടക്കാരുടെ പോലെ ഉണ്ടല്ലോ.
അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരു കോട്ടൺ ടൈപ്പാണ്, നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ലൊരു, എനിക്ക് തോന്നുന്നു 1000 സംതിങ്ങിനാണോ എന്നറിയില്ല, അതിൽ കുറവാണോ എന്നറിയില്ല. അതിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഷോൾസാണ് വരുന്നത്. ആക്ച്വലി ഞാനിതെല്ലാം അനിയത്തിയുടെ റൂമിലിട്ടിട്ടാണ്, അത് നിനക്ക് ഇതിവിടെ നിന്ന് ഞാൻ മാറ്റേണ്ടി വരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കളർ, ഇനിയും ഒരു 10-20 പാട്ടിയില വരാനുണ്ട്. പാട്ടിയിലല്ല, ഒരു നോർമൽ സെമി പാട്ടിയില ടൈപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബനിയൻ സ്റ്റഫ് റയോൺ ടൈപ്പാണ് വരുന്നത്. അതിൻ്റെ കുറച്ചൊക്കെ ഒരു 5 എണ്ണമാണ്. അയ്യോ, കളറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കൊള്ളാം എന്തായാലും. അപ്പം ഇത്രയേ ഉള്ളൂ അൺബോക്സിങ്. പിന്നെ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കും ഗൈസ്. എൻ്റെ പോലത്തെ സ്കിന്നാവണമെങ്കിൽ വെള്ളം കുടിക്കും. ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, എനിക്കറിയാം ഈ പിമ്പിളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വിഷമം ഉണ്ടായിരിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എൻ്റെ എപ്പോഴും ഇതേപോലെ ഇരിക്കണം എന്നൊന്നുമില്ല. എൻ്റെ സ്കിന്നത് ഇപ്പോൾ 2-3 ദിവസം ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ വീണ്ടും കുരു വരും, മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുരു വരും, ഇതാണ് അവസ്ഥ. എന്നാലും ഞാൻ ഉള്ള സമയം ഞാൻ നന്നായിട്ട് കെയർ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കും. കാരണം നിങ്ങളൊക്കെ വിചാരിക്കും എന്ത് ഭംഗിയുള്ള സ്കിന്നാണ്, എന്ത് നന്നായിട്ട് ഗ്ലോ ആയിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറയും. പക്ഷെ ഇത് എൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്കിന്നല്ല. ഇതെപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ കുരു വരാം. ഇത് 2 ദിവസം മുമ്പ് എൻ്റെ മുഖത്ത് കുരു ഉണ്ടായിരുന്നു കേട്ടോ, കണ്ടോ, ഇവിടെ കണ്ടോ, അതൊക്കെ ഇപ്പോൾ പോയി. പിന്നെ കൂടുതലും കുരുവിൻ്റെ മുകളിൽ നിന്ന് തൊടാണ്ടിരിക്കുക, ഞാനതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാണ്. ഇപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, മൈക്രോ പിഗ്മെൻറ്റേഷൻ ചെയ്താലും ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ലിപ് ബാമാണ് ടിൻറ്റഡ് ലിപ് ബാമാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഡോട്ട്&കീയുടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. വിഷ്കറിന് ടിൻ്റ് അത്ര വലിയ ഇങ്ങനെ എടുത്ത് നിൽക്കില്ല, ഇത് കുറച്ച് ഗ്ലോസി ആയിട്ട് നിൽക്കും. അപ്പോൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടെന്ന് മാത്രം. ഫേസിലതേ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ പിമ്പിളിൻ്റെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഞാൻ കാണുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം നല്ലതാണ്. ഇതിപ്പോൾ കുറേ ടൈമായില്ല ഈ വീഡിയോ. ഓക്കെ ഗൈസ്, ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻ, ഞാൻ ഭയങ്കര മടിയാണ്, എനിക്കിപ്പോൾ ലോങ് വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ഷോർട്സ് തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഓരോ ദിവസം ഇടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ടാറ്റ ഗൈസ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. അൺബോക്സിങ് ഭാരത.